ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിന് പ്രോഫിറ്റ് എന്ന പേരിട്ടത് തികച്ചും അന്വർത്ഥമാണ്. ആദ്യമായിട്ട് ഒരു പണമുണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചൂഷണത്തിന്റെ പ്രത്യയശാസ്ത്രമാണെന്നുള്ള വിചാരം വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചു. ഇന്ന് നമുക്ക് ഒരു ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം വെച്ച് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പുസ്തകം വായിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭൗതികമായത് പ്രോഫിറ്റാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമ കാണാൻ പോയി വന്നാൽ അതുമൂലം ലഭിക്കുന്നത് മനസ്സിന് പ്രോഫിറ്റാണ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ന്യായയുക്തമായ രീതിയിലുള്ള ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന കൃത്യമായ അധ്വാനത്തിന്റെ ഫലമായി ലഭിക്കുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന നിലയിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നേരിട്ട് പങ്കുവയ്ക്കുന്നില്ല. എന്നാൽ തന്നെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യം അനുസൃതമായി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിന് പ്രോഫിറ്റ് എന്ന പേരിട്ടത് തികച്ചും അന്വർത്ഥമാണ്. ഇനിയുള്ള കാലത്ത് അത്തരത്തിലുള്ള മെറ്റീരിയൽ, ഇന്റലക്ച്വൽ, മെന്റൽ പ്രോഫിറ്റ് അതിലേക്ക് തന്നെയാണ് മലയാളി സമൂഹം സഞ്ചരിക്കുന്നത്.